നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഡയറക്റ്റ് ഒഴിച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ചീനച്ചട്ടിയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഗീ കേക്കിന്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ കാണിക്കുന്ന. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്, പഞ്ഞി പോലത്തെ ഗീ കേക്കാണ്. അപ്പോൾ ദാ ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മൈദ അതുപോലെ ബേക്കിംഗ് പൗഡർ ഒക്കെ വടിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. കപ്പിലും മെഷർമെന്റ് സ്പൂണിലൊക്കെ എടുത്തിട്ട് വടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതാ ഒരു ബൗളിൽ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 കപ്പ് പഞ്ചസാര ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫൈൻ പൗഡർ ആക്കി എടുക്കണമെന്നില്ല, ഒന്ന് ക്രഷ് ആക്കി എടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ഇനി നമ്മൾ ആദ്യം ഈ ഒരു മുട്ട ബീറ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് ചരിച്ച് പിടിച്ചിട്ട് ആദ്യം ഒന്ന് ഒരു 10 സെക്കൻഡ് ഒക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത ശേഷം ഇതിലോട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള പഞ്ചസാര കുറേശ്ശെ ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. പഞ്ചസാര മൊത്തത്തിൽ തീരുന്നവരെ ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഇതാ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ മുട്ട ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും ഡ്രൈ ആയിട്ടുള്ള ബൗൾ വേണം എടുക്കാനായിട്ട്, വെള്ളം ഉണ്ടാകരുത്. അതുപോലെ എഗ് ബീറ്ററിന്റെ ബ്ലേഡിലും വെള്ളം ഉണ്ടാകരുത് കേട്ടോ. ഞാനിപ്പോൾ പഞ്ചസാര മൊത്തത്തിൽ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ചേർത്ത് കൊടുത്തിട്ട് ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മൈദ കൂട്ട് ചേർത്തിട്ട് കുറേശ്ശെ ചേർത്തിട്ട് ഇതുപോലെ ഒരു സ്പാച്ചുല വെച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. എഗ് ബീറ്ററിലല്ല, ഒരു സ്പാച്ചുല വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. സാവധാനം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ നമ്മൾ എടുത്ത് വെച്ച മൈദക്കൂട്ട് കംപ്ലീറ്റ് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മെയിൻ ആയിട്ട് വേണ്ടത് നെയ്യാണ്. 1/2 കപ്പ് നെയ്യാണ് കേട്ടോ വേണ്ടത്. മെൽറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക, മെൽറ്റ് ചെയ്യാതെ ചേർക്കരുത്. അതുപോലെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. പിന്നെ നല്ല ചൂടുണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി ചൂടാറിയിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതുപോലെ സാവധാനം വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നെയ്യാണെങ്കിലും മൈദക്കൂട്ടാണെങ്കിലൊക്കെ നമ്മൾ ഈ ഒരു മുട്ട ബീറ്റ് ചെയ്തതിലോട്ട് ചേർക്കുമ്പോൾ സാവധാനം വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ബേക്ക് ചെയ്യാനിതാ ചീനച്ചട്ടി നല്ല ചൂടായി വന്നപ്പോഴേക്കും ഒരു ഇച്ചിരി നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ അടിയിൽ വെച്ചിട്ടുള്ള തവയും നല്ല ചൂട് വേണം കേട്ടോ. സെപ്പറേറ്റ് രണ്ടും കൂടെ ചൂടാക്കിയിട്ടാണ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമുക്ക് ഈ ഒരു കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം കുറച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇതുപോലെ ഈ ഒരു കൂട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. 20-25 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ബേക്കായിട്ട് കിട്ടും. 20 മിനിറ്റ് വരെ തുറന്നു നോക്കരുത്, ഒട്ടും തുറന്നു നോക്കരുത് കേട്ടോ. 25 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഒരു സ്ക്വയർ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം. 25-30 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ കംപ്ലീറ്റ് ഇത് ബേക്കായിട്ട് കിട്ടും. ഇതിപ്പോ 25 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ കുത്തി നോക്കിയിട്ട് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ബേക്കായിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് മാറ്റാനൊക്കെ പറ്റുന്നുണ്ട്. നോൺ സ്റ്റിക്കിന്റെ പാത്രം തന്നെ എടുക്കാം കേട്ടോ, ചീനച്ചട്ടി. ഇനി ഇച്ചിരി ചൂടാറിയിട്ട് നമുക്കിത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഇപ്പൊ ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്, ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ടൊക്കെ കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. നമ്മൾ സാധാ ഗീ കേക്ക് കട്ട് ചെയ്യുന്ന പോലെ. അപ്പൊ അതാ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞു പോലത്തെ ഗീ കേക്കാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. ഈ രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക.